ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ 15-ാം പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മിശിഹായെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളും പ്രവചനങ്ങളും. എന്താണ് ഈ മിശിഹായെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളും പ്രവചനങ്ങളും പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കൊച്ചു കൂട്ടുകാർ നിങ്ങളുടെ എല്ലാ പുസ്തകങ്ങളൊക്കെ അടച്ചു വെച്ച് ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഞാനൊരു കഥയോടുകൂടി ആരംഭിക്കാം. അപ്പു എന്നു പേരായ ഒരു ബാലനുണ്ടായിരുന്നു. അവൻ വളരെ സമർത്ഥനും നല്ല വിവേകിയുമായിരുന്നു. ഈ ബാലൻ ചെറുപ്പത്തിലേ മുതലേ അവൻ വണ്ടിയൊക്കെ ഓടിക്കാനായിട്ട് പഠിച്ചു. കാരണം അവൻ്റെ വീട്ടിൽ ധാരാളം വണ്ടികളുണ്ടായിരുന്നു. അവൻ്റെ അപ്പൻ്റെ ബുള്ളറ്റിലൊക്കെ കയറിയിരുന്ന് ചെറുപ്പം മുതലേ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി അവൻ മുറ്റത്തെ കൂടെയൊക്കെ വണ്ടി ഓടിച്ച് അവൻ്റെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളെക്കാളും നേരത്തെ അവൻ വണ്ടി ഓടിക്കാൻ പഠിച്ചു. ഇത് കണ്ടപ്പോൾ അവൻ്റെ മാതാപിതാക്കൾക്ക് ഒരു ആശങ്കയുണ്ടായി. കാരണം ഇത്രയും നേരത്തെ വണ്ടി ഓടിക്കാൻ പഠിക്കുകയും പിന്നെ നേരത്തെ അവൻ റോട്ടിലേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങിയ അവന് അപകടങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമോ? പിന്നെ പോരാത്തതിന് അവന് ലൈസൻസും ഇല്ല. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ്റെ മാതാപിതാക്കൾ അവനോട് പറഞ്ഞു, ലൈസൻസ് കിട്ടുന്നത് വരെ നീ ഒരിക്കലും ഈ വണ്ടി പുറത്തിറക്കരുതെന്ന്. ചെറുപ്പത്തിൽ അവനതൊക്കെ അനുസരിച്ചു. ക്രമേണ അവൻ വളർന്ന് ഒരു 10-ാം ക്ലാസ്സിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടുകാരൊക്കെ വണ്ടി ഓടിക്കുന്നത് കണ്ടപ്പോൾ അവന് മാത്രം ഒരു സങ്കടം, എനിക്കിതുപോലെ വണ്ടി ഓടിക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. അപ്പോൾ മാതാപിതാക്കൾ ഇത് സമ്മതിക്കില്ല എന്ന് അവനറിയാം. പക്ഷെ അവൻ തൻ്റെ അമ്മയും അപ്പനൊക്കെ വീട്ടിലില്ലാത്ത സമയം അവൻ പുറത്തു പോയി വണ്ടിയൊക്കെ റോട്ടിൽ കൂടെയൊക്കെ ഓടിക്കുമായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് ഒരു ദിവസം എൻ്റെ അമ്മയും അപ്പനും പുറത്തു പോയ സമയമായിരുന്നു. അപ്പോൾ ഇവൻ വണ്ടി എടുത്ത് റോട്ടിലേക്ക് ഇറക്കി. അവൻ്റെ മാതാപിതാക്കൾ വരാൻ വൈകുന്നത് കണ്ട് ഇവൻ കുറച്ച് ദൂരം കൂടി മുന്നോട്ട് നീങ്ങി. പെട്ടെന്നുണ്ടാ ഒരു പോലീസ് ചെക്കിങ്ങിനായിട്ട് നിൽക്കുന്നത് അവൻ കണ്ടു. അവന് ലൈസൻസ് ഇല്ല. അവൻ ആകെ പേടിയായി. അവൻ പോലീസ് കാണാത്ത രീതിയിൽ വണ്ടി മുന്നോട്ട് എടുക്കുകയാണ്. സ്പീഡിലൂടെ പായാണ്. പെട്ടെന്ന് ആ നാടിനെ നടുക്കിയ ഒരു വാർത്തയാണ് കേട്ടത്. എന്തായിരുന്നു? അവനെ എതിരെ വന്ന ഒരു ടാങ്കർ ലോറി ഇടിച്ച് തൽക്ഷണം അവൻ മരിക്കുകയാണ് ചെയ്തത്. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ നിങ്ങൾക്കും വിഷമമായി കാണില്ലേ കൂട്ടുകാരെ? അപ്പോൾ അവൻ്റെ ഒറ്റ മോനായിരുന്ന അവൻ്റെ മാതാപിതാക്കൾക്ക് എന്തുമാത്രം വിഷമമുണ്ടായെന്ന് നമുക്ക് ചിന്തിക്കാനും കൂടി സാധിക്കില്ല, അല്ലേ? ഇതുപോലെ ഈ കഥ പോലെ ഇസ്രായേൽ ജനവും ദൈവം നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും ഒക്കെ ലംഘിക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. ദൈവം അവർക്ക് മോശ വഴി സീനായ് മരുഭൂമിയിൽ വെച്ച് 10 കൽപ്പനകളും കുറേ നിയമങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തിനായിരുന്നു ഈ നിയമങ്ങളൊക്കെ അവർക്ക് കൊടുത്തത്? അവർ നേരായ മാർഗത്തിലൂടെ ചരിക്കാനും അവർക്ക് നന്മ വരുന്നതിന് വേണ്ടിയാണ്. ഈ നിയമങ്ങളും ചട്ടങ്ങളും നമ്മുടെ ഇപ്പോൾ രാജ്യത്തായാൽ പോലും ധാരാളം നിയമങ്ങളും ചട്ടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തിനാണ് നമുക്ക് തരുന്നത്? ഒരു വ്യക്തിയെ ബുദ്ധിമുട്ടിക്കാനോ വല്ലതിനും വേണ്ടിയിട്ടാണോ? അല്ല, മറിച്ച് ഒരു രാജ്യത്തിൻ്റെയും ഒരു വ്യക്തിയുടെയും സുരക്ഷയ്ക്കും നന്മയ്ക്കും കൂടിയാണ് ഈ നിയമങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ദൈവം തൻ്റെ സ്വന്തം ജനമായി സ്നേഹിച്ച ഇസ്രായേൽ ജനത്തെ അവർക്ക് നന്മ കൈവരുന്നതിനും അവർ ദീർഘനാൾ ഭൂമിയിൽ നല്ലവരായി ജീവിക്കുന്നതിനും വേണ്ടി കൽപ്പനകൾ നൽകി. പക്ഷേ അവർ എല്ലാ സമയവും ഈ കൽപ്പനകൾ പാലിച്ചോ? ഇല്ല. അവർ ഇടയ്ക്ക് വെച്ച് ദൈവത്തെ മറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അവരുടെ ഇടയിൽ അവരെ ഭരിച്ചിരുന്ന രാജാക്കന്മാർ അവർക്ക് ദൈവം നൽകിയ കൽപ്പനകൾ മറന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഈ രാജാക്കന്മാർ അവർക്ക് തോന്നിയോണം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട്, ദൈവം നൽകിയ കൽപ്പനകൾ ലംഘിച്ചതിൻ്റെ ഫലമായിട്ട് അവരുടെ രാജ്യം മുഴുവനും അവരെ കീഴടക്കിയ കാനാൻ ദേശവും മറ്റു പ്രദേശങ്ങളൊക്കെ വിദേശികൾക്ക് അധീനമായി തീർന്നു. ക്രമേണ അവിടെ കലഹവും അസമാധാനവും പടർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് ഇത്ര നാൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്നവർക്ക് പെട്ടെന്നൊരു കലഹവും അസമാധാനമൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വിഷമമായി കാണും, അല്ലേ? അങ്ങനെ അവർ ദൈവത്തെ കരഞ്ഞു വിളിക്കാൻ തുടങ്ങി. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. എന്നാൽ അതിന് പ്രത്യുത്തരമായി ഉടനെ ഒരു മറുപടിയല്ല ദൈവം നൽകുന്നത്. മറിച്ച് അന്നത്തെ പ്രവാചകന്മാരിലൂടെ ദൈവം ഒരു പ്രത്യാശയുടെ സന്ദേശം നൽകി. എന്തായിരുന്നു ആ പ്രത്യാശ? രക്ഷകനായ മിശിഹായുടെ ആഗമനത്തെക്കുറിച്ചായിരുന്നു ആ പ്രത്യാശ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല,
ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. അതെ, പ്രത്യാശ നൽകുന്ന ഈ ഗാനത്തെ പോലെ തന്നെ ഇസ്രായേൽ ജനത്തിന് ദൈവം അന്ന് പ്രവാചകന്മാരിലൂടെ നൽകിയ ആ പ്രത്യാശയുടെ സന്ദേശം അവരുടെ ജീവിതത്തിൽ അവരെ പ്രതീക്ഷയുള്ളവരാക്കി. അടുത്തതായി നമ്മൾ മിശിഹായെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങളാണ്. രക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തായിരുന്നു ഈ വാഗ്ദാനം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളൊരു പക്ഷേ ഈ ഇലക്ഷൻ പ്രചരണ സമയങ്ങളിൽ സ്ഥാനാർത്ഥികൾ അവരുടെ വീടുകളിലൊക്കെ വന്ന് നമ്മുടെ വീടുകളിലൊക്കെ വന്ന് നമ്മളോട് പറയാറുണ്ട്, കുറേ വാഗ്ദാനങ്ങൾ തരും. ഞാൻ ഇന്നത് ചെയ്യാം, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇന്നത് ചെയ്യും, നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വാഗ്ദാനങ്ങൾ അവർ തരാറുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ അത് പാലിക്കപ്പെടും, ചിലപ്പോഴൊക്കെ അത് പാലിക്കപ്പെടാതിരിക്കാം. പക്ഷേ ദൈവം രക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദാനം ഇസ്രായേൽ ജനത്തിന് നൽകിയത് അത് പാലിക്കുമെന്ന് ഇസ്രായേൽ ജനത്തിന് വളരെ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു അവരുടെ ജീവിതം ഒരു പ്രത്യാശാപൂർണമായൊരു ജീവിതമായി മാറിയത്. പർദീസായിൽ വെച്ച് ആദവും ഹവ്വയും പാപം ചെയ്ത് പർദീസായിൽ നിന്ന് പുറത്തായപ്പോൾ ദൈവം സർപ്പത്തോട് പറയുന്നൊരു വചനഭാഗമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. പർദീസായിൽ വെച്ച് ദൈവം സർപ്പത്തോട് പറയുന്നൊരു ഭാഗമാണ്, നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. ഇവിടെ നീയും എന്ന് പറയുന്നത് സർപ്പത്തോടാണ് പറയുന്നതല്ലേ. പിന്നെ സ്ത്രീയും അവളുടെ സന്തതി എന്ന് പറയുമ്പോൾ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? മറിയത്തെയും മറിയത്തിൻ്റെ പുത്രനായ ഈശോയും കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത്. പർദീസായിൽ വെച്ച് തന്നെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു, ഒരു രക്ഷകനെ ഈ ഭൂമിയിലേക്കായിട്ട് അയക്കുമെന്ന്. കൂടാതെ ഇസ്രായേൽ ജനത്തിന് ദൈവം മോശ വഴി പ്രത്യാശയുടെ സന്ദേശം നൽകിയിരുന്നു. മോശ ഇസ്രായേൽ ജനത്തോട് ഒരു നാൾ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നെപ്പോലെ തന്നെ ഒരു സന്തതിയെ ഞാൻ അയക്കുമെന്ന്. ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ പിന്നീട് നമുക്ക് പാലിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ വാഗ്ദാനങ്ങളൊക്കെ ഇസ്രായേൽ ജനത്തിന് വളരെയധികം പ്രത്യാശ നൽകുന്നതായിരുന്നു. പ്രത്യാശയുടെ സന്ദേശം എന്ന് പറയുമ്പോൾ ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിത സാക്ഷ്യം കേൾക്കാനിടയായി. അത് മറ്റാരുടെയുമല്ല, HCL എന്ന പ്രമുഖ കമ്പനിയുടെ മുൻ വൈസ് പ്രസിഡൻ്റായ ആനന്ദ് പിള്ളയെ എന്നൊരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യമാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് സംഭവിച്ച ജീവിത ദുരന്തങ്ങളാണ് അതിൽ പറഞ്ഞു വയ്ക്കുന്നത്. വീട്ടിൽ സ്വത്ത് സംബന്ധമായ തർക്കങ്ങളും അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം കുറേ ആഭിചാര പ്രക്രിയയിലൊക്കെ ഏർപ്പെട്ടു. ഇതിൻ്റെ ഫലമെന്നോണം അദ്ദേഹം കുട്ടിക്കാലത്ത് ഒരു കൂട്ടുകാരുടെ ഒപ്പം കളിക്കാൻ പോയി വീട്ടിലേക്ക് വന്ന് നിന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവന് പെട്ടെന്നൊരു ഷോക്ക് പോലെ ഒന്ന് സംഭവിച്ചു. അത് അവൻ്റെ അച്ഛൻ ഊട്ടുമുറിയിലെ ഒരു ഉക്കിൽ ജീവിതം അവസാനിപ്പിച്ച് കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഈ മരണത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും തുടർച്ചയായി മരിക്കുന്ന സംഭവമാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത്. ഈ ദുരന്ത കഥയുടെ അവസാന എപ്പിസോഡ് എന്ന വണ്ണം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പെങ്ങളും ക്യാൻസർ വന്ന് മരിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ കണ്ട് അദ്ദേഹത്തിന് ജീവിതം മറ്റാരുമില്ല, ഇനി താൻ ഒറ്റയ്ക്കാണ്, താനിനി നിരാശനായി തീർന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന് മറ്റൊന്നും ചിന്തിക്കാനായിട്ട് തോന്നിയില്ല. അദ്ദേഹവും അച്ഛൻ തൂങ്ങിയ അതേ ഹുക്കിൽ അതേ കയറിൽ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് റെഡിയായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഷെൽഫിൽ ഒരു പുസ്തകം അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് തുറിച്ചു നോക്കുന്നത് അങ്ങനെയായിട്ട് തോന്നി. അദ്ദേഹം ഇനി വിചാരിച്ചു, ഇതെന്താണ്, തന്നെ മാത്രം ഒരു പ്രത്യേക ഒരു ആകർഷണം, ഒരു അട്രാക്ഷൻ ആ പുസ്തകത്തോട് അദ്ദേഹത്തിന് തോന്നി. അത് അവനെന്ത് പുസ്തകമായിരുന്നു അപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നീട് അതൊന്ന് തുറന്ന് വായിക്കാം, താൻ മരിക്കാൻ പോകുന്നതിന് മുമ്പ് എന്തായിരിക്കും ആ പുസ്തകത്തിൽ എന്തെങ്കിലും സന്ദേശം ഉൾക്കൊള്ളാൻ സാധിക്കുമല്ലോ എന്നോർത്ത് മരിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ആ പുസ്തകത്തിൻ്റെ അടുത്ത് നിന്ന് ആ പുസ്തകം പയ്യെ തുറന്ന് വായിക്കാനായിട്ട് തുടങ്ങി. അത് മറ്റൊന്നും ആയിരുന്നില്ല, അത് ഗിദിയോൻ ന്യൂ ടെസ്റ്റമെൻറ്റ് എന്ന ബൈബിളിൻ്റെ പുതിയ നിയമത്തിൻ്റെ ഒരു പരിഭാഷയായിരുന്നു. അദ്ദേഹം ആ പുസ്തകം തുറന്ന് വായിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ആദ്യമായിട്ട് കണ്ണിൽ ഒടുക്കിയ ഒരു വചനഭാഗം ഇതാണ്: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുവിൻ. ഈ വചനഭാഗം വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ
പെട്ടെന്നൊരു ഉൾപ്രേരണയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം, ഒരു പുതിയ പ്രത്യാശ നൽകുന്ന ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായി. ഈ പുസ്തകം ചെറുപ്പത്തിലെ അദ്ദേഹം കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സ് കൊടുത്ത ബൈബിളായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ട് അവൻ അത് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ ജീവിതത്തിൽ അത് തുറന്നു നോക്കാനുള്ള സാഹചര്യമായിരുന്നില്ല. അവൻ മറ്റൊരു വിശ്വാസിയാണ്, ക്രൈസ്തവനല്ല. അതുമാത്രമല്ല, വേറൊരു ജീവിത സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന അവന് ഈ പുസ്തകം വായിച്ചു നോക്കാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ പുസ്തകം വായിക്കാൻ അദ്ദേഹത്തിന് ഇടയാവുകയും ഈ ഒരു അനുഭവം അദ്ദേഹം തൻ്റെ കൂട്ടുകാരോട് പറയുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് പുതിയ അർത്ഥം കൈവരുകയാണ് ചെയ്തത്. ഈ വചനമാണ് അദ്ദേഹത്തെ തൻ്റെ മരണത്തിൽ നിന്നും പിന്തിരിയാനുള്ള അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും. ഈ സാക്ഷി നിങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു അക്രൈസ്തവനായ ഒരു വ്യക്തിക്ക് ബൈബിൾ എങ്ങനെ തൻ്റെ ജീവിതത്തിൽ പ്രത്യാശ നൽകിയെങ്കിൽ നിരന്തരം നമ്മൾ പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാന കാണുകയും വചന സന്ദേശം കേൾക്കുകയൊക്കെ ചെയ്യുന്ന നമുക്ക് ബൈബിൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രത്യാശ നൽകുന്നുണ്ടെന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈശോയെക്കുറിച്ചുള്ള, രക്ഷകനെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. പ്രധാനമായിട്ടും 2 പ്രവചനങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നാമത്തേത് ഏശയ്യായുടെ പ്രവചനം, രണ്ടാമത്തേത് ജെറമ്യായുടെയും പ്രവചനവും. ഈ ഏശയ്യായുടെ പ്രവചനത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഏശയ്യായുടെ പ്രവചനം രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവചനമായിരുന്നു. ഈ പ്രവചനത്തിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്തായിരുന്നു? ഇമ്മാനുവേൽ പ്രവചനം. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? ഞാനൊരു പാട്ട് പാടാം, അതിൽ നിന്ന് നിങ്ങൾക്ക് ആ അർത്ഥം മനസ്സിലാവും. ഇമ്മാനുവേൽ ഇമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. ഇപ്പം എല്ലാവർക്കും കിട്ടിക്കാണില്ലേ ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം? ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ എന്നതാണ് ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ ഏശയ്യായുടെ പ്രവചനത്തിൽ ഈ രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനം കൂടാതെ ഏശയ്യായുടെ മറ്റൊരു പ്രവചനം കൂടി വായിച്ചിട്ടാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത്. ഈശോ സിനഗോഗിൽ പ്രവേശിച്ച് ബൈബിള് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭാഗമുണ്ട്. അതും ഈ ഏശയ്യായുടെ പ്രവചനമായിരുന്നു. എന്തായിരുന്നു അത്? ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുവാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഏശയ്യായുടെ പ്രവചനത്തിൽ കാണുന്നത്. അടുത്തതായി നമ്മൾ ജെറമ്യായുടെ പ്രവചനത്തിലേക്ക് കടക്കുമ്പോൾ ജെറമ്യ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്യുന്നു. ഒട്ടുമിക്ക പ്രവചനങ്ങളും പ്രവാചകന്മാരൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അത് പ്രവാചകന്മാർ പറയുന്നതായിട്ടല്ല അവർ പറയുന്നത്, മറിച്ച് കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. ഈ പദ്ധതികളെല്ലാം കർത്താവാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരും കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ജെറമ്യ പ്രവാചകൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്ന ദിവസം ഇതാ സമീപിച്ചിരിക്കുന്നു. ഇതിനുശേഷം ജെറമ്യായുടെ പ്രവചനത്തിന് ശേഷം നമ്മൾ വേറെയും ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട് രക്ഷകൻ്റെ അവതരണത്തെക്കുറിച്ച് ഒട്ടേറെ പ്രവാചകന്മാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നാഥാൻ പ്രവാചകൻ, മിക്ക പ്രവാചകൻ, എസക്കിയേൽ പ്രവാചകൻ, സക്രിയ പ്രവാചകൻ എന്നിവയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ആഴ്ച മനഃപ്പാഠമാക്കാനുള്ള തിരുവചനം ഇതാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 4-ാം വാക്യം. അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ, അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുത്. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം, നിങ്ങളെല്ലാവരും ഏറ്റില്ലേ? അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ, അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മനുഷ്യ, നീ ലോകമഖിലം നേടിയെന്നാലും നിൻ ആത്മനാശം വന്നു പോയാൽ എന്തു നേടും?
ആത്മാവിന് പകരമായിട്ട് എന്തു നൽകും? അതേ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്നും കൂട്ടായിട്ടുള്ളത് നമ്മുടെ ആത്മാവാണ്. തിന്മയെ അകറ്റി നിർത്തി നന്മയെ മുറുകെ പിടിക്കുന്ന നമ്മുടെ ആത്മാവ്. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ 14-ാമത്തെ പാഠം പഠിച്ചു. എന്താണ് നമ്മൾ 14-ാമത്തെ പാഠത്തിൽ പഠിച്ചത്? എന്തായിരുന്നു 14-ാമത്തെ പാഠത്തിലെ ഹെഡിങ്? പന്തക്കുസ്തയും വിശ്വാസ പ്രഘോഷണവുമാണ് നമ്മൾ 14-ാമത്തെ പാഠത്തിൽ പഠിച്ചത്. അടുത്തായി നമുക്ക് 15-ാമത്തെ പാഠത്തിലേക്ക് കടക്കാം. എന്താണ് നമ്മൾ 15-ാമത്തെ പാഠത്തിൽ പഠിക്കുന്നത്? 15-ാമത്തെ പാഠത്തെ ഹെഡിങ് എന്താണ്? മഹത്വീകൃതനായ ഈശോ. അതെ, ഉയർത്തെഴുന്നേറ്റ ഈശോ. ഈ 15-ാമത്തെ പാഠത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? യേശുവിൻ്റെ അവസാനത്തെ വിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. യേശുവിൻ്റെ 2ാമത്തെ ആഗമനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതേ കൂട്ടുകാരെ, യേശുനാഥൻ്റെ ഉയർപ്പിന് ശേഷം യേശുനാഥൻ 2ാമത് ഈ ലോകത്തിലേക്ക് വരും, നമ്മളെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അടുത്തതായി 15-ാമത്തെ പാഠത്തിൽ കടന്നു പോകുമ്പോൾ നമുക്ക് ആരാധന വത്സരത്തിലെ അവസാനത്തെ 2 കാലങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ സാധിക്കുന്നു. ഏതൊക്കെയാണ് ആ 2 കാലങ്ങൾ? ഏലിയാസ് ലീവ മൂശക്കാലം, പള്ളിക്കുദാശക്കാലം. പിന്നീട് അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിനെ കുറിച്ച് പഠിക്കുന്നു. എന്നാണ് തിരുസഭ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്? സെപ്റ്റംബർ 14-ാം തീയതിയാണ് സഭ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. പിന്നീട് നമ്മൾക്ക് ആ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ വെളിപാടിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പഠിക്കാൻ സാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമത്തിലെ അവസാനത്തെ ഗ്രന്ഥമാണ് വെളിപാടിൻ്റെ പുസ്തകം. അതേ കൂട്ടുകാരെ, എന്നാൽ നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് പോകാം. യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരാണ് ഓരോ ക്രിസ്ത്യാനികളും. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു സംശയം ചോദിക്കട്ടെ. എന്താണ് ക്രിസ്ത്യാനികളുടെ ജീവിത ലക്ഷ്യം? നിങ്ങൾക്ക് അറിയോ? അറിയല്ലേ? അതെ, സ്വർഗമാണ് ഓരോ ക്രിസ്ത്യാനികളുടെയും ജീവിത ലക്ഷ്യം. ആർക്കാണ് സ്വർഗം ലഭിക്കുന്നത്? അതേ കൂട്ടുകാരെ, നന്മ പ്രവൃത്തികൾ ചെയ്യുന്നവർ സ്വർഗത്തിൽ പോകും. അപ്പോൾ നരകത്തിൽ പോകുന്ന ആരാണ്? തിന്മ പ്രവൃത്തികൾ ചെയ്തവർ നരകത്തിലും പോകും. അതേ കൂട്ടുകാരെ, നന്മ പ്രവൃത്തികൾ ചെയ്തവർ സ്വർഗത്തിലും തിന്മ പ്രവൃത്തികൾ ചെയ്തവർ നരകത്തിലും പോകും. നിങ്ങൾക്ക് എവിടെ പോകാനുള്ള ആഗ്രഹം? സ്വർഗത്തിൽ പോകാനാണോ? എന്നാൽ സ്വർഗത്തിൽ പോകാൻ സാറിന് ഒരു കുറുക്ക് വഴി പറഞ്ഞു തരട്ടെ. ദൈവത്തിൻ്റെ 10 കൽപ്പനകളും തിരുസഭയുടെ 5 കൽപ്പനകളും അനുസരിച്ച് ജീവിച്ചാൽ മതി, നിങ്ങൾ സ്വർഗത്തിൽ പോകും. നിങ്ങൾക്കിപ്പോൾ സ്വർഗത്തിൽ പോകാൻ ഒരു ആഗ്രഹം തോന്നില്ലേ? നമുക്കൊരു പിക്നിക്ക് പോയാലോ സ്വർഗത്തിലേക്ക്? നമുക്ക് സ്വർഗത്തിൽ പോയാൽ ആരൊക്കെ കാണുവാൻ സാധിക്കും? എന്തൊക്കെ കേൾക്കുവാൻ സാധിക്കും? നമുക്കൊന്ന് പോയി നോക്കിയാലോ? നമുക്ക് സ്വർഗത്തിൽ പോയാലേ മഹത്വത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന പിതാവായ ദൈവത്തെ കാണുവാൻ സാധിക്കും. അവൻ്റെ വലത്തുവശത്ത് ആരും ഇരിക്കുന്നുണ്ടല്ലോ. ആരാ അത്? അത് നമ്മുടെ പുൽക്കൂട്ടി ജനിച്ച യേശുനാഥൻ. പിന്നെയും കുറേ പേര് അവിടെയുണ്ടല്ലോ. ആരൊക്കെയാണത്? മാലാഖമാരുണ്ട്, വിശുദ്ധാത്മാക്കളുണ്ട്. അവരില്ലേ എന്താ അവിടെ ചെയ്യുന്നത്? അവരില്ലേ മുഴുവൻ സമയവും ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കും തോന്നില്ലേ സ്വർഗത്തിൽ പോകാൻ? അതെ, നമ്മളെയും ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. യേശുനാഥൻ നമ്മളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. നമുക്ക് സ്ഥലമൊരുക്കുന്നതിന് വേണ്ടിയാണ് യേശുനാഥൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നമുക്ക് മുൻപേ സ്വർഗത്തിലേക്ക് പോയത്. അതേ കൂട്ടുകാരെ, അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ സാധിക്കുമോ? ഇല്ല അല്ലേ? അതെ, നന്മ പ്രവൃത്തികൾ ചെയ്തവർ സ്വർഗത്തിലും തിന്മ പ്രവൃത്തികൾ ചെയ്തവർ നരകത്തിലും പോകും. എന്നാൽ നമുക്ക് സ്വർഗത്തിൽ പോകാം. നിങ്ങൾ നന്മ പ്രവൃത്തികൾ ചെയ്താൽ മതി, സ്വർഗത്തിൽ പോകാൻ സാധിക്കും. അടുത്തായി നമുക്ക് യേശുവിൻ്റെ 2ാമത്തെ ആഗമനത്തെക്കുറിച്ച് പഠിക്കാം. യേശുവിൻ്റെ 2ാമത്തെ ആഗമന സമയത്ത് എന്താണ് സംഭവിച്ചത്? എന്താണ് വിശുദ്ധ ബൈബിളിൽ നോക്കി നമുക്ക് എന്താണ് കാണുവാൻ സാധിക്കുന്നത്? യേശുവിൻ്റെ 2ാമത്തെ ആഗമന സമയത്ത് യേശുവും സകല ദൂതന്മാരോടും കൂടി ആകാശത്തിൽ വരും. ആകാശത്തിൽ വന്നിട്ട് തൻ്റെ ജനക്കൂട്ടത്തെ മൊത്തം തൻ്റെ ചുറ്റും വിളിച്ചു കൂട്ടും. എന്നിട്ട് ആ ജനക്കൂട്ടത്തെ 2 ഗണങ്ങളായി തിരിക്കും. ഏതൊക്കെയാണ് മക്കളെ ആ 2 ഗണങ്ങൾ? അതെ, നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും. നന്മ ചെയ്തവരെ അവിടുന്ന് വലത്തുവശത്തേക്ക് മാറ്റി നിർത്തും, തിന്മ ചെയ്തവരെ അവിടുന്ന് ഇടത്തുവശത്തേക്ക് മാറ്റി നിർത്തും. എന്നിട്ട് വലത്തുവശത്ത് നിൽക്കുന്നവർക്ക് യേശുനാഥൻ ഇപ്രകാരം പറയും,
എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതലേ നിങ്ങൾക്കായി പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. അപ്പോൾ വലത്തുവശത്ത് നിൽക്കുന്ന ജനത ഇപ്രകാരം ചോദിക്കും, ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചത്? ഞാൻ നിന്നെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. നിന്നെ വിശക്കുന്നവനായി ഞാൻ കണ്ടിട്ടില്ല, ദാഹിക്കുന്നവനായി കണ്ടിട്ടില്ല. അപ്പോൾ യേശുനാഥൻ പറയും, തുടർന്ന് പറയുകയാണ്, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. അപ്പോൾ വലത്തുവശത്ത് ജനത ഇപ്രകാരം ചോദിക്കും, ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചത്? ഞാൻ നിന്നെ അറിഞ്ഞില്ലല്ലോ, നിന്നെ കണ്ടിട്ടില്ലല്ലോ, നിന്നെ കാരാഗ്രഹത്തിൽ കണ്ടിട്ടില്ലല്ലോ, നിന്നെ നഗ്നനായി കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ യേശുനാഥൻ തുടർന്ന് പറഞ്ഞു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. അപ്പോഴും വലത്തുവശത്ത് നിൽക്കുന്ന ലോക ജനത ഇപ്രകാരം ചോദിക്കും, ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചത്? നിന്നെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ യേശുനാഥൻ ഇപ്രകാരം പറയും, ഈ ചെറിയ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അതേ കൂട്ടുകാരെ, വിശക്കുന്നവനായി ഒരു വ്യക്തി എൻ്റെ വീട്ടിൽ ഭിക്ഷ യാചിച്ചു വന്നപ്പോൾ അവന് ഒരു നേരം വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിനാണ് ഭക്ഷണം കൊടുത്തത്. ദാഹിക്കുന്ന ഒരു വ്യക്തി തൊണ്ട വരണ്ട് നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ അവന് കുടിക്കുവാൻ വെള്ളം കൊടുത്തപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിനാണ് വെള്ളം കൊടുത്തത്. കാരാഗ്രഹത്തിലായിരുന്ന ഒരു വ്യക്തിയെ സന്ദർശിച്ചപ്പോൾ, രോഗാശയിലായിരുന്ന ആശയേറ്റ് ജീവിക്കുന്ന ഒരു വ്യക്തിയെ അവൻ്റെ ആശുപത്രിയിൽ പോയി കിടക്കയിൽ പോയി സന്ദർശിച്ചപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെയാണ്, യേശുവിനെയാണ് സന്ദർശിച്ചത്. അതിനുശേഷം അവിടുന്ന് ഇടതുവശത്തിൽ ഉള്ളവരോട് ഇങ്ങനെ പറയും, പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ ജനതയെ, നിങ്ങൾ നരകത്തിലേക്ക് പോകുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല. അപ്പോൾ ഇടതുവശത്ത് നിൽക്കുന്നവർ ഇപ്രകാരം പറയും, ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചത്? ഞാൻ നിന്നെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. നിന്നെ വിശക്കുന്നവനായി ഞാൻ കണ്ടിട്ടില്ല, ദാഹിക്കുന്നവനായി കണ്ടിട്ടില്ല. അപ്പോൾ യേശുനാഥൻ തുടർന്ന് പറയും, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. അപ്പോൾ ഇടതുവശത്ത് നിൽക്കുന്നവർ ഇപ്രകാരം പറയും, ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചത്? നിന്നെ ആദ്യമായിട്ടാണല്ലോ ഞാൻ കാണുന്നത്. നിന്നെ പരദേശിയായി കണ്ടിട്ടില്ല, നിന്നെ നഗ്നനായി കണ്ടിട്ടില്ല. അപ്പോൾ യേശുനാഥൻ തുടർന്ന് പറയും, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നില്ല. അപ്പോഴും ലോകജനത ചോദിക്കും, ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചത്? ഞാൻ നിന്നെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. നിന്നെ കാരാഗ്രഹത്തിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചത്? അപ്പോൾ യേശുനാഥൻ പറയും, ഈ ചെറിയ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുക്കാതിരുന്നപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് തന്നെയാണ് ചെയ്തു തരാതിരുന്നത്. അതേ കൂട്ടുകാരെ, വിശക്കുന്നവനായ ഒരു വ്യക്തി നമ്മുടെ വീട്ടിൽ പടിവാതിൽക്കൽ വന്നപ്പോൾ അവന് ഭക്ഷണം കൊടുക്കാതെ നമ്മൾ പറഞ്ഞയച്ചപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ യേശുവിനെയാണ് പിണക്കി അയച്ചത്. ദാഹിക്കുന്ന ഒരു വ്യക്തി തൊണ്ട വരണ്ട് നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ അവനെ നമ്മൾ പറഞ്ഞു വിട്ടപ്പോൾ, വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ യേശുവിനെയാണ് പറഞ്ഞു വിട്ടത്. രോഗാശയിലേക്ക് കിടക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ പോയി ആശ്വസിപ്പിക്കാതിരുന്നപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ യേശുവിനെയാണ് ആശ്വസിപ്പിക്കാതിരുന്നത്. പ്രിയ കൂട്ടുകാരെ, സഹോദര സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിക്ക് സ്വർഗവും നരകവും ലഭിക്കുന്നത്. നന്മ പ്രവർത്തികൾ ചെയ്തവർ സ്വർഗത്തിൽ പോകും, തിന്മ പ്രവർത്തികൾ ചെയ്തവർ നരകത്തിലും പോകും. നമ്മൾ മറ്റുള്ളവരുടെ കരുണ കാണിച്ചാൽ നമ്മൾ സ്വർഗത്തിൽ പോകും. നമ്മൾ മറ്റുള്ളവരുടെ കരുണ കാണിച്ചില്ലെങ്കിൽ നമ്മൾ നരകത്തിൽ പോകും. പ്രിയ കൂട്ടുകാരെ, അടുത്തായി നമുക്ക് സദാ ജാഗരൂകതയോടെ ഇരുന്ന 10 കനികളുടെ ഉപമകളെക്കുറിച്ച് പഠിക്കാം. ആ 10 കനികളെ 2 ഗണങ്ങളായിട്ട് യേശു തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 2 ഗണങ്ങൾ? നന്മ പ്രവർത്തികൾ ചെയ്യുന്ന, സദാ ജാഗരൂകതയോടെ നോക്കിയിരുന്ന വിവേകമതികളായ 5 കന്യകകൾ, അതുപോലെ തന്നെ ഒന്നും ശ്രദ്ധിക്കാതിരുന്ന വിവേകശൂന്യരായ 5 കന്യകകൾ. എന്താണ് ഇവർ ചെയ്തത്? വിവേകമതികളായ 5 കന്യകകൾ യേശുവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ വിളക്കും തിരിയും എണ്ണയുമായി കാത്തിരുന്നു. യേശുനാഥൻ അവരെ അടുത്ത് വന്നപ്പോൾ ഈ വിവേകമതികളെ 5 കന്യകളും യേശുനാഥനോടൊപ്പം സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചു. ആ സമയം എണ്ണയും തിരിയും അന്വേഷിച്ച് പോയ വിവേകശൂന്യ 5 കന്യകൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. അവർ എണ്ണയും തിരിയുമായി തിരിച്ചു വന്നപ്പോൾ സ്വർഗം
അടച്ചിരിക്കുന്നു. അതിനാൽ അവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. അതേ കൂട്ടുകാരെ, നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഈ വിവേകമതികളായ കന്യകളുടെ അനുസരിച്ച് അവരുടെ മാതൃക സ്വീകരിച്ച് നമ്മൾ സദാ ജാഗരൂകതയോടെ യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിനായി കാത്തിരിക്കണം. കാരണം യേശുനാഥൻ ഇപ്രകാരം പറയുന്നുണ്ട്, ആ മണിക്കൂറോ സമയമോ പിതാവിനല്ലാതെ പുത്രന് പോലും അറിയില്ല എന്ന്. അതിനാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സദാ ജാഗരൂകതയായി യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിനായി കാത്തിരിക്കണം. പ്രിയ കൂട്ടുകാരെ, മനുഷ്യൻ്റെ അന്ത്യങ്ങൾ എത്രയാണ്? നിങ്ങൾ ചെറിയ വേദപാഠ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. അതെ, മനുഷ്യൻ്റെ അന്ത്യങ്ങൾ 4 മരണം, വിധി, സ്വർഗം, നരകം. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന് അതിനുശേഷം വിധിയിലേക്ക് പോകുന്നു. വിധി എന്ന് പറയുന്നത് 2 തരത്തിലുള്ള വിധിയുണ്ട്. തനത് വിധിയുണ്ട്, പൊതുവിധിയുണ്ട്. തനത് വിധി പ്രകാരം ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ അപ്പോൾ തന്നെ ലഭിക്കുന്ന വിധിയാണ് തനത് വിധി. തനത് വിധി പ്രകാരം ഒരു വ്യക്തി മരിച്ച ശേഷം സ്വർഗത്തിൽ പോകാം, നരകത്തിൽ പോകാം, ശുദ്ധീകരണ സ്ഥലത്ത് പോകാം. ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടി നമ്മുടെ പ്രത്യേക പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. മരിച്ച വിശ്വാസ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും അതുപോലെ ദാനധർമ്മം ചെയ്യുകയും കുർബാന അർപ്പിക്കുകയും ചെയ്യുന്നത് അവരെ സ്വർഗത്തിലേക്ക് ആനയിക്കാൻ വേണ്ടിയാണ്. അടുത്തതായി നമുക്ക് പൊതുവിധി എന്താണെന്ന് പഠിക്കാം. യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമന സമയത്തുള്ള വിധിയാണ് പൊതുവിധി എന്ന് പറയുന്നത്. യേശുവിൻ്റെ പൊതുവിധി പ്രകാരം ഒരു വ്യക്തിക്ക് സ്വർഗവും നരകവുമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന 4 കാര്യങ്ങൾ. പെട്ടെന്നൊരു പേപ്പറും പേനെടുത്തോ. സാർ ആക്ടിവിറ്റി പറയാൻ പോവാണ്, നിങ്ങൾ പെട്ടെന്ന് എഴുതിയെടുത്തോളൂ. നമുക്ക് ഇന്ന് സ്വർഗത്തിലേക്ക് ഒരു ടിക്കറ്റ് ഉണ്ടാക്കാം. ആ ടിക്കറ്റിൽ ഒരു ഫ്രം അഡ്രസ്സ് വേണ്ടേ? ആ ഫ്രം അഡ്രസ്സ് നിങ്ങളുടെ പേരും വീട്ടും പേരും അപ്പച്ചൻ്റെ പേരും അമ്മച്ചിൻ്റെ പേരും ഒക്കെയാണ്. ടു അഡ്രസ്സ് എന്താണെന്ന് പറയണ്ടേ? ഹെവൻ. അതെ, സ്വർഗത്തിലേക്കുള്ള ഒരു ടിക്കറ്റാണത്. അതിൻ്റെ കണ്ടന്റ് എന്തായിരിക്കണം എന്ന് പറയട്ടെ? കണ്ടന്റ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മ പ്രവർത്തികൾ അക്കമിട്ട് നിങ്ങൾ എഴുതണം. ആ ടിക്കറ്റിൻ്റെ വലിപ്പം അനുസരിച്ചായിരിക്കും നിങ്ങൾ വേഗം സ്വർഗത്തിൽ പോകുന്നത്. ടിക്കറ്റിൻ്റെ വലിപ്പം ചെറുതാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കുറച്ച് നന്മ പ്രവർത്തികളൊക്കെ ചെയ്ത് പെട്ടെന്ന് സ്വർഗത്തിൽ പോകാൻ ശ്രമിക്കണം. ഇന്നത്തെ ആക്ടിവിറ്റി മനസ്സിലായോ? അപ്പോൾ എല്ലാവരും ടിക്കറ്റ് ഉണ്ടാക്കില്ലേ? ഒരു വെള്ള പേപ്പർ വേഗം എടുത്തോളൂ. ഫ്രം അഡ്രസ്സ് ചെയ്താൽ ടു അഡ്രസ്സ് ചെയ്താൽ നിങ്ങൾ ചെയ്ത നന്മ പ്രവർത്തികൾ അക്കമിട്ട് എഴുതുക. കൂട്ടുകാർ മനസ്സിലായോ? കൂട്ടുകാര് ഈ ടിക്കറ്റ് ഉണ്ടാക്കി വൈറ്റ് പേപ്പറിൽ ഉണ്ടാക്കി ഫോട്ടോ എടുത്ത് കമന്റ് ബോക്സിൽ ഇടണം. ഓക്കെ, എന്നാൽ നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് പോകാം. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വചനം പഠിച്ചു. എന്തായിരുന്നു ആ വചനം? കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്താണ് പഠിച്ചത്? കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. നമുക്ക് ഇന്ന് ഒരു വചനം പഠിക്കണ്ടേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വചനം ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 4-ാം വാക്യമാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ, അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ. സാർ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ, അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ. പ്രിയ കൂട്ടുകാരെ, സ്വർഗം ലക്ഷ്യമാക്കി മുന്നേറുന്ന നമുക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും പടുത്തുയർത്താം. അതിനുള്ള ശക്തി നമുക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നല്ലൊരു ആഴ്ചയുടെ എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.